പാപ്പം 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 ഒത്തോ ചക്കുടുവിന്റെ പാപ്പാണോ അത്? കൊച്ചുകുട്ടി പാപ്പ മതിയാ കിട്ടെ. അച്ഛമ്മയുടെ പീലി കുഞ്ഞും അമ്മ കഴിച്ചാ? മോളുടെ കുറച്ചുകൂടി വയറി ഞെരിഞ്ഞേ. നീ ആണോ തീരുമാനിക്കുന്ന വയറ് നിറഞ്ഞെന്ന്? അയ്യ, പാത്രത്തിൽ മുഴുവൻ ഇരിക്കുവാന്നല്ല, കുഞ്ഞൊന്നും കഴിച്ചിട്ടില്ല. അതെങ്ങനെ ഒരിടത്ത് അങ്ങ് ഇരിക്കുക ചമ്പ്രപഞ്ഞത്തേല്? അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നടന്ന് കാക്കയും പൂച്ചയൊക്കെ കാണിച്ച് കൊച്ചിന് ആഹാരം കൊടുക്ക്. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് വേണം ആഹാരം കൊടുക്കാൻ. അതെങ്ങനെ അമ്മ? അവക്കത് വല്ലതും അറിയാമോ? എന്തെങ്കിലും കടമയ്ക്ക് വേണ്ടി ഒന്ന് കാട്ടിക്കൂട്ടു. എന്തെങ്കിലും ഒരു ജോലിക്ക് പറഞ്ഞാലാ അവക്ക് ഓറക്കവും ക്ഷീണോ. മേലിറങ്ങി പണിയെടുക്കാത്തോണ്ടാ ഈ ക്ഷീണമൊക്കെ. അതെങ്ങനെ? എന്നിട്ട് ഏതെങ്കിലും ഒരു ജോലി പറഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന എന്തെങ്കിലും കാണും. അത് തന്നെ ഏട്ടാ, ഇത് എന്റെയും കൂടെ കുഞ്ഞല്ലേ. അമ്മ കുറച്ചു മുമ്പ് പാല് കൊടുത്തതാണ്, അതുകൊണ്ടാ നിറഞ്ഞിരിക്കുക അവളുടെ വയറ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ. നീ അധികം സംസാരിക്കൊന്നും വേണ്ട, മനസ്സിലായി? പാല് കൊടുത്തതാണ്. കുഞ്ഞിനെ നോക്കാൻ പോലും പറ്റാത്തോള്. കുഞ്ഞിന് എന്തെങ്കിലും ആഹാരം കൊടുത്ത് അതിന്റെ ഉടുപ്പൊക്കെ മാറ്റാൻ നോക്ക്. ഇത് എനിക്ക് അറിഞ്ഞൂടെ ഏട്ടാ? ഇത് എന്റെയും കൂടെ കുഞ്ഞല്ലേ, ഞാൻ ചെയ്യാണ്ടിരിക്കോ മനഃപൂർവ്വം? ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ല. കൊച്ചിന് വിശന്നുണ്ട്, കരഞ്ഞാണ്. ഞാൻ പറഞ്ഞാലും ഏട്ട സമ്മതിക്കില്ല അമ്മേ. ഏട്ട സമ്മതിച്ചാലും ഇവിടുത്തെ അമ്മ സമ്മതിക്കില്ല. വീട്ടിലേക്കൊന്നും പോണ്ട, ഇവിടെ നിന്നാൽ മതി എന്ന് പറയും. അമ്മ എനിക്ക് 2 ദിവസമെങ്കിൽ 2 ദിവസം ഒന്നും അവിടെ നിന്നാൽ മതി എന്നാ. പ്ലീസ് അമ്മ അച്ഛനെ കൊണ്ടൊന്ന് വിളിച്ച് പറയിപ്പിക്കോ? വീട്ടിലെ അമ്പലത്തിലെ സപ്താഹല്ല അമ്മേ, കഷ്ടമുണ്ട്. ഏട്ടൻ വരുന്നുണ്ടായി, ഞാൻ പിന്നെ വിളിക്കാം. ശരി, ഓക്കെ. എടി, കൊച്ചു കിടന്ന് ഉറങ്ങണ സമയത്ത് വെറുതെ നിൽക്കാതെ നിനക്ക് എന്തെങ്കിലും പണി ചെയ്തുകൂടി? അത് അമ്മ വിളിച്ചതേട്ടാ. എന്തിന്? അത് നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ സപ്താഹം ഏട്ടാ. നമ്മളോട് എല്ലാവരും കൂടെ എന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. ബെസ്റ്റ്. എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഏട്ടൻ വരുന്നില്ലേ കുഴപ്പമില്ല, ഞാനും കുഞ്ഞും കൂടി പൊക്കോട്ടെ. ആ തുണി മുറ്റത്ത് കിടന്ന് ഉണങ്ങുന്നത് അത് എടുത്തിടരുതോ? എവിടെ പോകുന്ന കാര്യമാ പറയുന്നേ? എന്റെ അമ്മ ഇവിടെ തള്ള കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവരെ വീട്ടിന്റെ അടുത്തുള്ള ഏതോ ഒരു ക്ഷേത്രത്തിൽ സപ്താഹമാണ്, ഞാനും കൂടെ പോണമെന്ന്. വേറെ പണിയില്ലാത്തത്. അല്ല പിന്നെ എന്തോന് പോവുക? വേറെ പണിയൊന്നും ഇല്ലയോ? അതും കൊള്ളാം. ഒരൊന്ന് അവിടെ ഒരു കുഞ്ഞുണ്ട്, അതിനെ വന്നൊന്ന് കാണുവോ, അതിനൊരു ചോക്ലേറ്റോ വല്ല മേടിച്ചോണ്ട് കൊടുക്കുവോ? അതൊന്നുമില്ല. ഒരു തന്തേം തള്ള. എന്തൊരു തന്തേം തള്ളയാ ഇത്? ഓണത്തിന് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. 10 വയസ്സാടെ പ്രയോജനം അവരെ കൊണ്ടില്ല. അങ്ങനെയുള്ളവരെ അങ്ങോട്ട് പോയി കാണുന്നു കൊച്ചിനെയും കൊണ്ട്. ഇവിടുന്ന് ആരും പോകുന്നില്ല. അവര് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അമ്മ, അവരിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും മൈൻഡ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടല്ലേ വരാത്തത്. അയ്യോ, മൈൻഡ് ചെയ്യാൻ പറ്റിയ ഒരു പാർട്ടികള് ഇവിടെ. ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അമ്മയ്ക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇത് പറയില്ലായിരുന്നു. അവളെ ഇതുപോലെ കെട്ടിച്ചുവിട്ട വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഉള്ളവര് അർപ്പോടും വെറുപ്പോടും ഒക്കെ പെരുമാറണം. അതൊക്കെ കണ്ട് മനസ്സിലാക്കണം. അപ്പഴേ നിങ്ങൾക്ക് നിർത്ത്. നീ എന്നോട് മറുപടി പറയാറായോ? എന്റെ 2 ആമ്പിള്ളേരുണ്ടല്ലോ, എന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും മറുത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയുടെ അടുത്ത് എന്ത് മറുത്ത് പറഞ്ഞതാ പറയുന്നേ? എന്റെ വീട്ടിൽ അമ്മേടെ അടുത്ത് സംസാരിക്കും പോലെ ഇവിടെ എന്റെ അമ്മേടെ അടുത്ത് സംസാരിച്ച ഒന്നുകൂടെ എന്തിനെ? പിന്നെ നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ അതുവഴി അങ്ങ് പൊക്കണം. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തടത്തൊന്ന് കെട്ടിക്കേറി വന്നിട്ടും അവള് വാങ്ങുന്നു. എന്തൊരു അഹങ്കാരമൊക്കെ. അമ്മ ഒന്നും പറയണ്ടമ്മ, ഇവിടെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു? ഇവിടെ കൂട്ടി കിടക്കണ പട്ടിയുടെ വില പോലും ഇവക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവള് മനസമാധാനം കെടുത്തി നിലവിൽ തീ തീറ്റിച്ചേനെ. അമ്മ, എനിക്ക് ചോറ് എടുക്കാൻ. അല്ല പിന്നെ ഓങ്ങടി കിടന്നു.
അമ്മയോട് തർക്കുത്തരം പറഞ്ഞിട്ടല്ലേ നിന്നെ ഞാൻ അടിച്ചത്? ഞാൻ എന്ത് തർക്കുത്തരം പറഞ്ഞു എന്നാ പറയുന്നേ? ആ ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ. ഓണുറങ്ങിയ നിന്റെ കവളൊക്കെ കാണാൻ നല്ല ഗ്ലോ ഉണ്ടല്ലോ. കരഞ്ഞുകൊണ്ട് നിന്റെ ഭംഗി ഓടിയ. അങ്ങനെയാണെങ്കിൽ എന്നും കരയിക്കാം. ഞാൻ കുളിച്ചിട്ട് വരാം. ഏട്ടൻ കിടന്നുറങ്ങിക്കും. അവിടെ നിൽക്കുക. അടുത്ത ആഴ്ച ഗായത്രിയുടെ കല്യാണോ, നമ്മൾ ഒരുമിച്ച് ചെല്ലാന്ന് ഞാൻ പറഞ്ഞു പോയി. സത്യം സത്യം. നീ ഇപ്പം വന്നേ. നീ വാക്ക് മാറുമോ? ഇല്ല. ഞാൻ മുഖൊക്കെ ഒന്ന് കഴുകിട്ട് വരാം. എടി ഏട്ട അമ്മേനെയും കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക. ഇപ്പൊ വരും. ഞാനും കുഞ്ഞ് എപ്പോഴേ റെഡിയാ. അല്ല സന്ദീപ് അപ്പൊ കല്യാണത്തിന് വരുന്നില്ലേ? സന്ദീപ് വരാണ്ടിരിക്കോ? ഗായത്രിയുടെ കല്യാണമല്ലേ. ഇവര് കോളേജ് വിട്ട ബെസ്റ്റ് ഫ്രണ്ട്സാ അല്ലേടി? പിന്നല്ലാണ്ട്. ഞാൻ നിനക്ക് ചായ എടുക്കട്ടെ? അയ്യോ ഒന്നും വേണ്ട. ചായ ഒന്നും വേണ്ട, വേഗം റെഡി ആയിക്ക്. നേരത്തെ എത്തിയില്ലെങ്കിലേ അവള് കൊല്ലും. ഞാൻ പറഞ്ഞില്ലേ ഞാൻ റെഡിയാന്ന്. ഞാൻ ഏട്ടനൊന്നും കൂടി വന്നാ മതി. പക്ഷെ അവര് വരേണ്ട സമയം. ആ ദേ വന്നു. ഏട്ടാ ബിനു. അമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫ്രണ്ടാ ആതിര. ആ ഓർമ്മ വന്നു. ഇതാണോ പയ്യനെ? ആ ഇത്. എന്തുവാ ജോലി? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. ടെക്നോ പാർക്കിലെ ജോലി. ആ ശരി. ഏട്ടന് ഇതേ ഡ്രസ് തന്നെയാണോ അത് മാറ്റുന്നുണ്ടോ? ഇത് തന്നെ. ആ മതിയാ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? അല്ല നിങ്ങൾ എല്ലാരും കൂടെ എങ്ങോട്ട് പോവോ? അമ്മ എന്റെ കൂട്ടുകാരില്ലേ ഗായത്രി, അവളുടെ കല്യാണത്തിന് പോവാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ അമ്മയുടെ അടുത്ത്? അല്ല അവിടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് നീ എങ്ങോട്ടാ തുള്ളിച്ചാടി പോന്നേ? തന്നെയല്ല ഇന്ന് തേങ്ങ ഇടാൻ ആള് വരും. അതങ്ങ് പറഞ്ഞോ? ആ അങ്ങനെയാണോ? എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഇവരോട് പോയിട്ട് വാ. ഈ തേങ്ങോട്ട ആള് വരുമ്പം പറമ്പിൽ ആളില്ലെങ്കിൽ പ്രശ്നമാവും. നീ ഒരു കാര്യം ചെയ്യും, അവരോട് പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. കുഞ്ഞിനൊക്കെ ആയിട്ട് വരുന്നതല്ലേ, ഏട്ടനില്ലെങ്കിൽ പറ്റില്ല. മാത്രല്ല അവള് പിന്നെ എന്നെ സദ്യ കഴിക്കാനൊന്നും സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ പിന്നെ നമുക്ക് ഇറങ്ങാം. എന്നാ ഞങ്ങള് ആയിക്കോട്ടെ. കണ്ടോ ഇപ്പൊ അവിടെ കൂട്ടുകാരുടെ മുന്നിൽ നമ്മളാരായി? ക്രൂരന്മാര്. ഭയങ്കര അഹങ്കാരമാ. നീ ഒരുത്തന്റെ കഴിവേട് കൊണ്ടാ ഈ പ്രശ്നമെല്ലാം ഉണ്ടാവുന്നത്. ഇങ്ങനെ അവളെ ഇങ്ങനെ കയറൂരി വിട്ടാലേ അവളെ തലേ കയറിയിരിക്കും. അമ്മ എടി നീ എന്തിനു വലിയ ഷോ കാണിച്ച അവരെ മുമ്പ് വെച്ച് കല്യാണത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞു? ഏട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ എന്ത് സംഭവിച്ചാലും ഈ കല്യാണത്തിന് പോണോന്ന്. എന്നിട്ടിപ്പോ അമ്മ വന്ന് പറഞ്ഞപ്പോ വരാതിരുന്നില്ലേ? ഭയങ്കര മോശമായി പോയേട്ടാ. ഓ എടി ഇവിടെ തേങ്ങ വെട്ട ആള് വന്നിരുന്നപ്പോഴാണ് അവളെ കൂട്ടുകാരിയുടെ കല്യാണം. എനിക്ക് വരാൻ മനസ്സില്ലായിരുന്നു, അത് തന്നെ. എനിക്കറിയാം ഏട്ടാ, അത് എനിക്കറിയാം. ഏട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പട്ടിയുടെ വില പോലും എനിക്കിവിടെ നിങ്ങൾ തരുന്നില്ല. എന്നെ കുറച്ച് പരിഗണന നിങ്ങൾ എനിക്ക് തന്നൂടെ? നിങ്ങളുടെ ഭാര്യയല്ലേ, നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയല്ലേ, ആ ഒരു പരിഗണന നിങ്ങൾ തന്നൂടെ നിങ്ങൾക്ക്? നീ കൂടുതൽ പൂങ്കണ്ണീർ ഒഴിക്കണമെന്ന് കാണിക്കരുതേ. എനിക്ക് എൻ്റെ അമ്മ പറയണതാണ് ഏറ്റവും വലുത്. അമ്മ എന്ത് പറയോ ഞാൻ അത് ചെയ്യും. നിങ്ങൾ അമ്മേനെ സ്നേഹിച്ചോ? സ്നേഹിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിന്റെ കൂടെ എന്നെയും കുറച്ച് സ്നേഹിച്ചു വിടും നിങ്ങൾക്ക്. ഏട്ടാ നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ ജീവിക്കേണ്ടത് ഞാനാ, അല്ലാണ്ട് അമ്മയല്ല. കണ്ടോ അവളെ എന്നെ എന്റെ കയ്യിൽ നിന്ന് എന്റെ മോനെ അകറ്റാൻ നോക്കുക. ഇത്ര വിഷമായിരുന്നല്ലേടി നീ? അമ്മ അമ്മ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് പറയരുത്. വിഷ
വിഷം കുത്തി കഴിക്കുന്നത് ഞാനല്ല, അമ്മയാ. കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ എന്നെ എന്റെ ഏട്ടന് സമാധാനത്തോടൊന്നും ജീവിക്കാൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ? പറയുന്ന കേട്ടോടാ. നീ നാവടക്കിക്കോ, ഇല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കണ കിട്ടുവേ. എനിക്ക് സഹിച്ചു മടുത്തേട്ടാ. സഹിച്ച് ഞാൻ പൊട്ടിത്തെറിക്കാറേ. ഇനിയെങ്കിലും ഞാൻ എന്റെ മനസ്സിലുള്ള തുറന്നു പറഞ്ഞോട്ടെ. അമ്മയ്ക്ക് എന്താ കിട്ടുന്ന? അമ്മ എന്റെ സന്തോഷം കളഞ്ഞിട്ട് അമ്മയ്ക്ക് എന്താ കിട്ടുന്നത്? എന്തിനാ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടക്കൂലിടാൻ വേണ്ടി നടക്കുന്നത്? നിനക്ക് നാണം ഇല്ലടാ ഇവള് ഈ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കാന്? അവള് തുള്ളുന്നു. ക്ഷമിക്കണതിനൊരു പരിധിയുണ്ട്. ഇനി എന്തെങ്കിലും സംസാരിച്ച ഒന്നും അറിയുന്നില്ല ഞാൻ. തൊട്ടുപോരുത്. എന്ത് പറഞ്ഞാലും അമ്മ 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 പറയുന്ന പോലെ കേൾക്കണോളെ. പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത്? അമ്മയ്ക്കൊരു വേലക്കാരിനെ കിട്ടാനോ? സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ പോലും നിങ്ങൾക്ക് അമ്മയുടെ സമ്മതം വേണ്ട. അമ്മയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഗുണ്ടയാണോ നിങ്ങള്? നോണല്ലോ മനുഷ്യ തനിക്ക്. ഓടെ കിടന്ന് മോങ്ങട്ടെ ആശ. ഗീതു, ഗീതു. എന്തുവാ? അമ്മ ഗീതുവിനെ കണ്ടായിരുന്നോ? ആ ഞാനും കണ്ടില്ല. കണ്ടില്ലെന്നാ? ആ ഞാനും കുറച്ചു നേരമായിട്ട് അന്വേഷിക്കുക. ഇവിടെ ഞാൻ കണ്ടില്ല. എടാ എവിടെയെങ്കിലും പോയി ചാവട്ടെ നാശം. നിനക്ക് വേറെ ഒന്നാം തരം പെൺപിള്ളാരെ കിട്ടും. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അമ്മ അമ്മ അവക്ക് ഒറ്റയ്ക്ക് ഒരിടത്തും പോവാ അറിഞ്ഞൂടാ. ഈ രാത്രി അവള് കൊച്ചിനെ കൊണ്ട് ആലോചിക്കുമ്പോ തന്നെ കൈയും കാലും വിറക്കിയ. ഞാൻ പോങ്ങൻ പറയാനോ എന്തേലും ഗീതു, നീ ഇങ്ങനെ കരയാതെ. അവൻ വരട്ടെ, നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. എനിക്ക് സഹിക്കില്ല ചേച്ചി. ഒട്ടും പറ്റാണ്ടായപ്പോഴാണ് ഞാൻ ഇറങ്ങിപ്പോ. ഞാൻ കരയില്ലേ മോളെ? എന്തോന്ന് പണിയടി നീ കാണിച്ചത്? ഇതെന്റെ വീടാ. ഇവിടെ വെച്ച് അവളെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായല്ലോ? ചേട്ടാ, ഇവൾ എന്തോന്ന് പണിയാണ് കാണിച്ചതെന്ന് അറിയാമോ? ആരടുത്തും പറയാതെ വീട് വിട്ട് ഇറങ്ങിയിരിക്കുക. ഒരു ബോധം പൊക്കണോ ഇല്ലാത്ത സാധനം. എന്തെങ്കിലും പറ്റിയെങ്കിൽ എന്തോന്ന് ചെയ്യുന്നത്? ഞാൻ ഇനി അന്വേഷിക്കാൻ സ്ഥലങ്ങൾ ബാക്കിയില്ല. ഇവക്ക് എന്തെങ്കിലും പറ്റിയെങ്കിൽ പോട്ട്. എന്റെ കൊച്ചിന് വരെ പറ്റിയിരുന്നെങ്കിൽ. എവിടെയാണ് കൊച്ച്? കൊച്ചോടെ അകത്തിടന്ന് ഉറങ്ങുന്നുണ്ട്. നിങ്ങളുടെ ഇടക്കിടന്ന് ആ പാവം കുഞ്ഞും കൂടെ അല്ലേ അനുഭവിക്കുന്നേ? അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിനക്കും നിന്റെ അമ്മയ്ക്ക് നല്ല സന്തോഷമായിരുന്നല്ലോ. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നീ അവിടെ ഇരി, ഞാൻ പറയട്ടെ. ഇരിയടാ. അവള് നിന്റെ ഭാര്യയല്ലേ? നീ അമ്മയെ സ്നേഹിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് യാതൊരു വിധ സ്നേഹവും ഇല്ല. അമ്മയ്ക്ക് അമ്മയുടെ വാശിയും വൈരാഗ്യവും തീർക്കാനാണ് നമ്മൾ മക്കളൊക്കെ. പണ്ട് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു. അമ്മയുടെ വാക്കും വിശ്വസിച്ചും ഞാൻ ഇവിടെ തല്ലി ചതച്ചിട്ടുണ്ട്. അറിയോ നിനക്ക്? നീ ബാംഗ്ലൂരായിട്ട് നിനക്കൊന്നും അറിയാത്തതാ. ജീവിതം എടുത്തിട്ട് ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അങ്ങനെ ചെയ്തോണ്ടാ ഏട്ടനെല്ലാം മനസ്സിലാക്കി ഇപ്പൊ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നേ. എടാ, നമ്മൾ മക്കൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസിയൊക്കെ വേണ്ടേ? അമ്മയ്ക്കത് തരാൻ താല്പര്യമില്ല.
എല്ലാ കാര്യത്തിലും ഇടപെടല അമ്മയ്ക്ക്. അമ്മ ഇടപെട്ടോട്ടേട്ടാ. പ്രായമായവരെ തിരുത്താനൊന്നും നമുക്ക് പറ്റത്തില്ല. അവളുടെ സ്വഭാവം മാറാനും പോകുന്നില്ല. പക്ഷെ സ്വന്തം വീട്ടില് രാജകുമാരിയെ പോലെ ജീവിച്ച എന്നെ ഇവളെയൊക്കെ നിങ്ങളെ വിശ്വസിച്ച ഞങ്ങളുടെ അച്ഛനും അമ്മ ഏൽപ്പിക്കുന്നത്. അമ്മ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കുമ്പോൾ കുറച്ചൊക്കെ ഭാര്യയെ കൂടി പരിഗണിക്കാനുള്ള ബോധം നിങ്ങൾ ആണുങ്ങൾക്കുണ്ടാവണം. ഏട്ടാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഏട്ടൻ ഇങ്ങനെയാണ് ഉപദ്രവിക്കണത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് മരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ. ഏട്ടത്തിനെ വിളിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും എൻ്റെ മോളും ഇവിടെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. നീ കരയണ്ട ഏട്ടാ. ചില സമയത്ത് അമ്മ പറയുന്നതും ഇവിടെ അടുത്ത് പെരുമാറുന്നതും ഒക്കെ കാണുമ്പോൾ തെറ്റാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല ഏട്ടാ. അമ്മ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത്. എടാ അതൊക്കെ ശരിയാ. പക്ഷെ അമ്മ ചെയ്യുന്നത് തെറ്റെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ നീ അമ്മയെ സപ്പോർട്ട് ചെയ്യരുത്. അമ്മയെ നീയും കൂടെ ഇത്രയും അവളെ ഉപദ്രവിച്ചും അവളിതെല്ലാം സഹിച്ച് ജീവിച്ചത് നീ എന്നെങ്കിലും അവളെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുമെന്ന് കരുതിയിട്ട് മാത്രമാണ്. അത് നീ ഓർത്തോ. എന്തായാലും സന്ദീപേ, അമ്മ ഓരോന്ന് പറയുമ്പോഴത്തേക്കും അവളെ നീ ഓരോ തവണ കൈവയ്ക്കുന്നുണ്ടല്ലോ. അത്ര ശരിയായ കാര്യമൊന്നുമല്ല. ഇവളൊരു കേസ് കൊടുത്താ ഞാൻ ഇവളുടെ കൂടെ നിൽക്കും. നിന്റെ ഭാര്യയാണെന്ന് വെച്ചിട്ടേ അവളെ തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നും നിനക്കില്ല. എടാ നമ്മളെ തിരിച്ച് തല്ലാനും എതിർക്കാനും പറ്റാത്തവരെ നമ്മൾ വീണ്ടും ഉപദ്രവിക്കുന്നത് ശരിയല്ല. അതെങ്ങനെ? ശരിയും തെറ്റും പറഞ്ഞു തരണ്ട അമ്മയല്ലേ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമ്മയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്തിനായിട്ടാ? ഇവൻ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ ഇവനും ആയില്ലേ? സന്ദീപേ, ജീവിതത്തിൽ തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല. പക്ഷെ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ ഭാര്യയെ കരയിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ തെറ്റ്. ജീവിതത്തില് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അമ്മ മാത്രമല്ല ലോകം. എനിക്ക് മനസ്സിലായി ഏട്ടത്തി. അവളവളെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടിട്ടാ ആ കൊച്ചിനെ എടുത്തോണ്ട് ഇന്ന് ഇറങ്ങിയത്. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടൂല. എനിക്ക് നിന്റെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാൻ നിന്റെ ചേട്ടനാണ്. ഇനി നീ അമ്മയുടെ വാക്കും വിശ്വസിച്ച് ഇവളെ ഇനി ഉപദ്രവിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അവളെ പാട്ടിന് വിട്ടേക്കണം. അവൾക്ക് അവളുടെ ഒരു ജീവിതമുണ്ട്. നീ അത് മനസ്സിലാക്ക. നീ ഒരു കാര്യം ചെയ്യും, മാറി താമസിക്കും. ചേട്ടാ, എനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ എനിക്ക് ഒഴിവാക്കാൻ പറ്റൂല. അമ്മനെ ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ലല്ലോ ഏട്ടാ. പക്ഷെ അമ്മനെ അനുസരിക്കുന്ന കൂട്ടത്തില് നമ്മുടെ ജീവിതമാണ് ഇല്ലാണ്ടാവുന്നത്. നമ്മുടെ ജീവിതത്തിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ? എനിക്ക് മനസ്സിലായി. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. എടാ അതൊന്നും ഈ ജന്മത്ത് നടക്കൂല. ഞാൻ കുറേ ശ്രമിച്ച് പരാജയപ്പെട്ടതാ. നമ്മുടെ അമ്മയെ നന്നാക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കൂല. പക്ഷെ നിനക്ക് മാറാൻ സന്ദീപേ. ഇനിയെങ്കിലും കാര്യങ്ങൾ നേരെ ചെയ്യുക മനസ്സിലാക്കി നീ മുന്നോട്ട് പോകാൻ ശ്രമിച്ചില്ല എന്നുണ്ടെ ഇല്ലാതാവുന്ന നിന്റെ മാത്രം ജീവിതമല്ല, ഈ പാവം പെൺകൊച്ചിൻ്റെ പിന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെയാ. അമ്മയ്ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും. വേണ്ട, നീ അവളുമായിട്ട് സംസാരിക്കും.
വേദനയുണ്ടോ? സോറിടാ, ഞാൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇനി ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിക്കില്ല. ഞാൻ നിനക്ക് തരുന്ന വാക്കാ. ഏട്ടൻ കരയണ്ട. എനിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല.